ഓൺലൈൻ വഴി 5.86 ലക്ഷം തട്ടിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. വെസ്റ്റ് കൈതപ്പൊയിൽ ചേണ്ടക്കി മുഹമ്മദ് നിയാസിനെയാണ് ന്യൂഡൽഹി എയർപോർട്ടിൽ വച്ച് ബുധനാഴ്ച താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. താമരശ്ശേരി കുടുക്കിലുമ്മാരം സ്വദേശിയുടെ 5.86 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. താൽക്കാലിക ജോലിയിലൂടെ കൂടുതൽ പണം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിലാണ് ഒരാൾ കൂടി പിടിയിലാകുന്നത്. വെസ്റ്റ് കൈതപ്പൊയിൽ ചേണ്ടക്കി മുഹമ്മദ് നിയാസിനെ ന്യൂഡൽഹി എയർപോർട്ടിൽ വെച്ചാണ് ബുധനാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തത്. താമരശ്ശേരി പോലീസിന്റെ ആവശ്യപ്രകാരം ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. തട്ടിപ്പിന് ശേഷം വിദേശത്തേക്ക് കടന്ന ഇയാൾ തിരികെ എത്തിയപ്പോഴാണ് പോലീസിന്റെ പിടിയിലായത്. താമരശ്ശേരി കുടുക്കിലുമ്മാരം സ്വദേശിയുടെ 5.86 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഘത്തിലെ 3 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിലാണ് ഒരാൾ കൂടി പിടിയിലാകുന്നത്. OTT സ്ട്രീമിംഗ് സർവീസ് സ്ഥാപനത്തിന്റെ താൽക്കാലിക ജോലിയിലൂടെ കൂടുതൽ പണം ലഭ്യമാകുമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് 5.86 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഘത്തിലെ 4 പേരാണ് ഇവരെ പിടിയിലായത്. കൊയിലാണ്ടി നടേരി മുത്താമ്പി കിഴക്കേ പറച്ചാൽ അനസ്, കൊയിലാണ്ടി നടേരി തെക്കേടത്ത് കണ്ടി സാദിഖ്, കൈതപ്പൊയിൽ പടിഞ്ഞാറേ തൊടുകയിൽ ഷിബിലി, വെസ്റ്റ് കൈതപ്പൊയിൽ ചേക്കണ്ടി മുഹമ്മദ് നിയാസ് എന്നിവരാണ് മറ്റു പ്രതികൾ. ഇതിൽ അനസിന്റെ പക്കലിൽ നിന്നും 5.25 ലക്ഷം രൂപ പോലീസ് കണ്ടെടുത്തു. ഇൻസ്പെക്ടർ KO പ്രദീപ്, പ്രിൻസിപ്പൽ SI സജേഷ് C ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള താമരശ്ശേരി പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ടെലഗ്രാം അക്കൗണ്ട് വഴി കോൺ TVയുടെ ജോലി വാഗ്ദാനം ചെയ്ത് പലതവണയായി 5,86,200 രൂപ തട്ടിയെടുത്തെന്ന് കാണിച്ച് താമരശ്ശേരി കുടിക്കിലുമാരം സ്വദേശിയായ 47-കാരൻ നൽകിയ പരാതിയെ തുടർന്നാണ് അന്വേഷണത്തിലൊടുവിൽ പ്രതികൾ പിടിയിലായത്. കമ്മീഷൻ നൽകി മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വാങ്ങി അവയുപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ശൃംഖലയിൽ കൂടുതൽ പേർ കണ്ണികളാണെന്നും ഇവരെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണെന്നും താമരശ്ശേരി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.